ഹലോ അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നത്? എല്ലാവർക്കും സുഖമായിരിക്കട്ടെ. വീണ്ടും ഞാനൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നു. ടൂറിൻ്റെ മൂന്നാം ദിവസമായ ഇന്ന് ബേഷിൽ നിന്നും അബഹയിലേക്കാണ് ദർബ് വഴി അബഹയിലേക്കാണ് പോകുന്നത്. എൻ്റെ കൂട്ടുകാരൻ നൗഫലും ഒരു കൂട്ടുകാരൻ അൻവറും ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. സ്ട്രോബെറി തോട്ടം, മറ്റുള്ള 2-3 വ്യൂ പോയിൻറ്റ്സ് അങ്ങനെയൊക്കെയാണ് കാണാൻ അവൻ പറയുന്നത്. അപ്പോൾ ഇൻഷാ അള്ളാ നമ്മൾ പോയി നോക്കാം എന്തൊക്കെയാണ് പാടെന്ന് അറിയില്ല. ഏതായാലും ട്രാവലിങ്ങിൽ കുറേ ചുരങ്ങളും വിശാലമായ സ്ഥലങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അപ്പോൾ ചുരം കയറുകയാണ്. ചുരത്തിൻ്റെ ഏകദേശം സെൻറ്ററിലൊക്കെ എത്തിയിട്ടോ. കൂടുതലൊന്നും വീഡിയോ എടുത്തില്ല, നിങ്ങളെ മുഷിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട്. അതൊരു ചടപ്പല്ല ഇങ്ങനെ ചുരം ഇതാണ്ട മലകളാൽ മൂടപ്പെട്ട സ്ഥലങ്ങളാണല്ലോ പൊതുവെ. അബഹ പൊങ്ങി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ കഞ്ഞി കുടിക്കാം കേട്ടോ. അപ്പം നോമ്പിന് കഞ്ഞി കുടിക്കാമെന്ന് റാത്തല്ലേ. അപ്പോൾ അങ്ങനെ വിശേഷങ്ങളാണ് ഇങ്ങനെ വരുന്നത്. ചുരം കയറി ചുരം കയറി പോകുന്നത്. യാത്രകൾ പല സുഖമുള്ള അനുഭൂതികളും നിറഞ്ഞതാണല്ലോ. സ്ഥലങ്ങൾ കാണാം, പുതിയ കാഴ്ചകൾ, പുതിയ ആൾക്കാർ, പുതിയ അനുഭവങ്ങൾ, അങ്ങനെ പല നിരക്കും യാത്രകൾ ആസ്വദിക്കില്ല. യാത്രകൾ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടല്ലോ അല്ലേ? യാത്രകൾ എല്ലാവർക്കും ഭയങ്കര റാഹത്താണല്ലോ. യാത്രകൾ പോകാന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഏകദേശം എത്തില്ല, നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തൊക്കെയാണ് ഞാൻ എനിക്കറിയില്ല എന്തൊക്കെയാണ് പറയേണ്ടതുള്ളത്. അപ്പം എന്താ പറയാനൊന്നും കിട്ടുന്നില്ല. യാത്രകൾ ഇതുണ്ടോ ചുരങ്ങളൊക്കെ നല്ല. ഇപ്പോൾ അതാ ഒരു ടണലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഒരു ടണലിനുള്ളൊരു വീഡിയോ എടുത്താണ്. ഇതൊക്കെ എന്താണ് പണി കഴിപ്പിക്കുക എന്ന് പറഞ്ഞതില്ലേ, ഒരു ആധുനിക സജ്ജീകരണങ്ങളും കാര്യങ്ങളും ടെക്നിക്കലായിട്ടുള്ള ഒരു വർക്കുകളാണല്ലോ ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ കാണാത്തവർക്ക് കാണാം, കണ്ടവർക്ക് വീണ്ടും വീഡിയോയിലൂടെ കണ്ട് ആസ്വദിക്കാം അല്ലേ? ഒരു ആസ്വാദന കഴിവ് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പം ഒരു വ്യൂ പോയിന്റിൽ ഏകദേശം ഇങ്ങനെ എത്തി ഏകദേശം എന്താണ് കണ്ടോ, ഇവിടെ നിർത്താൻ പറ്റില്ല. നിർത്തി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമല്ലേ. നിർത്താനായിട്ടൊരു വ്യൂ പോയിൻ്റാണിത്. ഇതാണ് നമ്മളെ നൗഫലിൻ്റെ മോന്, പിന്നെ അവനെ കൂടെ വർക്ക് ചെയ്യുന്ന അവൻ്റെ കൂട്ടുകാർ ചൊപ്പ് ഒപ്പിച്ചിട്ട് മോനാട്ടത്. ഞങ്ങൾ ഇവിടെ കുറച്ച് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഉള്ള 2 ഫോട്ടോ ഒന്നും ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ വീണ്ടും നമ്മൾ ഇവിടുന്ന് ഒരു യാത്ര തിരിക്കുകയാണ്. ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ്. ഇപ്പം നമ്മൾ വേറെ സ്ഥലത്ത് എത്തി. അപ്പം അവിടെ ഈ ഒരു സൂക്കാണിത്. സൂക്ക് മീൻസ് ഒരു മാർക്കറ്റാണ്. അതായത് ആൻറ്റി ക്രാഫ്റ്റ്സ്, എന്താ പറയുക, കരകൗശല വസ്തുക്കൾ എന്നൊക്കെ പറയും അല്ലേ? കരകൗശല വസ്തുക്കൾ, അതുപോലെ തന്നെ സൗദിൻ്റെ തനതായ രീതിയിൽ ഉണ്ടാക്കിയ സംഗതികൾ, പിന്നെ കുട്ടികളെ കുറച്ച് ടോയ്സുകൾ കുട്ടികളെ പറ്റിക്കാൻ കേട്ടോ. പിന്നെ തേനിൻ്റെ ഷോപ്പ്. തേനിന് അറബിയിൽ അസീൽ എന്ന് പറയും കേട്ടോ. അസീലാണ് തേൻ. ഇതാണ് തേനിൻ്റെ ഷോപ്പ്. പിന്നെ ഈ ഫാൻസി ഐറ്റംസ്, പിന്നെ നമ്മൾ ഈ മൈലാഞ്ചിപ്പൊടി പോലത്തെ പൊടികൾ, സുഗന്ധദ്രവ്യങ്ങൾ, ഊതിൻ്റെ ഷോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുണ്ടോ, അതൊക്കെ ഇങ്ങനെ നമ്മൾ ഉത്സവത്തിന് കുണ്ടോട്ടി നേർച്ചക്കൊക്കെ പോയ മാതിരിയാണ് അല്ലേ? കണ്ടോ പലതരം കല്ലുകൾ, അസീൽ, തേനാണ് ഇതിൻ്റെ നമ്മൾ ഇതെന്താണ് തേനാണത്. ഒറിജിനലാണോ അല്ലാഹു അല്ല കേട്ടോ. അവർ അസലി ഒറിജിനൽ എന്ന് പറഞ്ഞാൽ അസലി എന്നാട്ടോ. ഒറിജിനലിനെ അസലി എന്നാണ് അറബിയിൽ പറയാം. അപ്പോൾ അസലി എന്ന് പറയും. ഇതുണ്ടോ സൗദിയിലൊക്കെ അവർ കുത്തിവെച്ചെടുക്കുന്ന വടികൾ, പൊടികൾ, മസാലപ്പൊടി പോലത്തെ മൈലാഞ്ചി പൊടികളാണ്. പലതരം പൊടികളുണ്ട്. പിന്നെ ഇതാ കണ്ടോ ഇങ്ങനത്തെ ചില മണ്ണിൻ്റെ ചട്ടികൾ, മണ്ണനെ അണയ്ക്കും. ഇനിയിപ്പോൾ സെറാമിക്കാണോന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാണാനൊക്കെ ഭയങ്കര രസമാണ്. ഇതൊന്നിപ്പോൾ ഇത് കുക്കറാണല്ലേ, കുക്കറാണെന്ന് തോന്നുന്നത്. കണ്ടോ ചട്ടികളൊക്കെ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയെന്നായിരിക്കും, അല്ലാഹു ആലം. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാഴ്ചകളൊക്കെ കാണാം. ഇങ്ങനത്തെ സംഗതികൾ. ഡ്രസ്സൊക്കെ നന്നാ എന്നിട്ട് 2000-ന് മുന്നേ ഇറങ്ങിയ മോഡലൊക്കെ ആണ് കേട്ടോ. പിന്നെ ഒരു വ്യൂ പോയിന്റിലെത്തി. അതൊരു ജസ്റ്റ് നമ്മൾ സ്ട്രോബെറി തോട്ടത്തിലേക്ക് പോകുന്ന ഒരു വഴിയിലൊരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ
വേണ്ട കോടമഞ്ഞ് കാണാം. കോടമഞ്ഞ് ചില സമയത്ത് ഭയങ്കര കോടമഞ്ഞാന്ന് പറയുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ തണുപ്പല്ലേ, അല്ലാതെ ഒരു ജസ്റ്റ് 5 മിനിറ്റ്സ് കുട്ടികളൊന്നും വല്ല ഇറക്കിയിട്ടില്ല. അപ്പോൾ കുറച്ചൊരു വീഡിയോ എടുത്ത് കുറച്ച് സ്റ്റില്ലും അടിച്ച് ഫോട്ടോ ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കണ്ട കോടമഞ്ഞ് കാണുന്നില്ലേ, ചെറിയ കോടമഞ്ഞ്. നമ്മളാണെങ്കിൽ കോട്ടും കാര്യങ്ങളൊന്നും കൊണ്ടുപോയിട്ടുമില്ല. ഇത്ര തണുപ്പുണ്ടാവുമെന്ന് ആരാ പോയി വിചാരിച്ചത്. പക്ഷേ അബയിലേക്ക് പോകുവാണെങ്കിൽ തണുപ്പുണ്ടാവുമെന്ന് എല്ലാവർക്കും. അങ്ങനെ സ്ട്രോബെറി തോട്ടത്തിലെത്തി. അവിടെ ഒരു കൗതുകമായ ഒരു വണ്ടി കണ്ട്, ഒരു കാനഡക്കാരൻ ട്രാവൽ ചെയ്ത് വന്ന ഒരു വണ്ടിയാണിത്. അപ്പോൾ ഒരു വ്യത്യസ്തമായ വണ്ടി കണ്ട്, ആഡംബരമായ ഒരു വണ്ടി കണ്ടാൽ മക്കൾക്ക് ഒരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഒരു ബോധ്യം. അപ്പോൾ നമുക്കും മക്കളെ കൊണ്ട് ഒരു ഫോട്ടോ എടുക്കുന്ന വരുമാനമാണ്. വലിയ മോനക്ക് ഇതിൽ വലിയൊരു താല്പര്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഓന് വേറൊരു മൈൻഡാണ്, ഒരു ഡിഫറെൻറ്റ് മൈൻഡാണ്. അത് രണ്ടാമത്തെ മോൾക്ക് ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത്. അപ്പോൾ ഞാൻ കുറച്ച് ഇംഗ്ലീഷായതുകൊണ്ട് നമുക്ക് അറിയുന്ന കണ്ടമൂറി ഇംഗ്ലീഷ്, നമ്മളെല്ലാം പഠിച്ചിട്ടൊന്നുമല്ല, അത് അറിയ വിഷയം. അപ്പോൾ കണ്ടമൂറി ഇംഗ്ലീഷിൽ കുറച്ചൊക്കെ ഒന്ന്. അപ്പോൾ അവൻ പറഞ്ഞ് കന്നഡയിൽ നിന്ന് വരികയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മക്കളെ കൊണ്ട് ഫോട്ടോ ഓക്കെ വൈനോട്ട് യു ടേക്ക് മോനെ ഇറങ്ങുന്നില്ല, ഞാൻ കൊണ്ടുപോട്ടെ. ഓക്കെ, ഞാൻ പറഞ്ഞു കൊണ്ടുപോയിക്കോളൂ, യു ടേക്ക് നോ പ്രോബ്ലം, ഹി വിൽ കം യു വിറ്റ് യു എന്നൊക്കെ പറഞ്ഞ് അറിയുന്ന ഇംഗ്ലീഷിൽ കണ്ടമൂറി ഇംഗ്ലീഷല്ലേ, അതൊക്കെ അടിച്ച് കാച്ചി. അപ്പോൾ അങ്ങനെ വന്ന് ഇനിയിപ്പോൾ സ്ട്രോബെറി തോട്ടമാണ് കാണാൻ പോണത്. ഒരു ഹൈലൈറ്റാണ് ഈ വീഡിയോൻ്റെ മെയിൻ ഹൈലൈറ്റ്, സ്ട്രോബെറി തോട്ടമാണ്. ഇതാണ് സ്ട്രോബെറി തോട്ടം. കുഞ്ഞു സ്ട്രോബെറികളാണ് കേട്ടോ, പക്ഷെ നല്ല മധുരമുണ്ട്. അതായത് ഇതിൻ്റെ നമുക്ക് പറിക്കാം, ഉള്ളിൽ കയറി പറിക്കാം. ഒരു ഗ്ലാസ് നമ്മൾ 5 രൂപയുടെ ജ്യൂസ് എടുക്കുന്ന ഗ്ലാസ്സില്ല, ആ ഗ്ലാസ്സിൽ നമുക്ക് എത്ര വേണമെങ്കിലും കൊള്ളിക്കാം. എത്ര കൊള്ളും ആ ഗ്ലാസ്സിൽ? ഒരു 10, 5, 10 കൊള്ളും. അതിന് 20 റിയാൽ. ആ സമയത്ത് ഇത് പറിച്ച് വില ഒരു സ്റ്റാള് പോലെ ഉണ്ട് അവിടെ. ആ സ്റ്റാളിൽ നിന്ന് വാങ്ങണമെങ്കിൽ 15 റിയാൽ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ എടുത്ത് പറിക്കണമെങ്കിൽ 20 റിയാൽ. അപ്പോൾ ഞാനും വൈഫിന് ഒരു വീഡിയോ എടുക്കണം. വൈഫിന് ഒരു വ്ളോഗ് ഉണ്ട് കേട്ടോ. വൈഫ് ഇറങ്ങിയിട്ട് കുറച്ചായി. ഇപ്പോൾ ഒരു 1016 ഒക്കെ ഇങ്ങനെ പറയാം ഈ കേക്ക് 1016 സബ്സ്ക്രൈബേഴ്സ് ആയിക്കണ്. പിന്നെ കുഴപ്പമില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഗ്ലാസ്. 2-3 നമ്മൾ കഴിച്ചിന് കേട്ടോ, കുറച്ച് പുറത്തേട്ടെ. അപ്പോൾ അങ്ങനെ അതൊക്കെ തിന്ന് അതൊക്കെ ഇങ്ങനെ കഴിച്ച്, അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ. ഇത് സ്ട്രോബെറി തോട്ടം. അപ്പോൾ ഇത് കാണണമെന്നൊരാഗ്രഹം, നിങ്ങൾ കാണാത്ത സ്ഥലങ്ങൾ കാണാൻ, ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ നമ്മളും ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ കുട്ടികളുണ്ടാകുമ്പോൾ കുട്ടികൾക്കും ഒരു അതിർപ്പല്ലേ, ഒരു ഹരല്ലേ. അപ്പം പൈസ നോക്കിയതൊന്നല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ വരണമെന്ന് കുറേ ആയി പറഞ്ഞേ. അങ്ങനെയാണ് വന്നിട്ട്. അപ്പോൾ ഇതാണ് വൈഫിൻ്റെയൊക്കെ മുഖം കാണിക്കാൻ താല്പര്യം കുറവൊന്നുമില്ല കേട്ടോ, അത് വേറെ വിഷയം. ഒക്കെ ഓരോരുത്തരും ഓരോ ആറ്റിറ്റ്യൂഡല്ലേ. അപ്പം എൻ്റെ മരുവനാണ് ഓനോട് സംസാരിക്കുക. മരുവൻ അവിടെ നിൽക്കുകയാണെങ്കിൽ ഞാനും വൈഫും കൂടി വന്നാണ് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെയൊക്കെ കഴിഞ്ഞ്. നല്ല കളറും, ചെറിയതാണെങ്കിലും നല്ല മധുരം കിട്ടോ, നല്ല മധുരമുണ്ട്. ചെറിയതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ പുറത്തെത്തി. അത് കഴിഞ്ഞ് ഇതാണ് ഈ ഫാമിൻ്റെ ഔട്ട് സൈഡ് അവർ സെക്യൂറാക്കി വെച്ചിരിക്കുകയാണ്, ടെൻ്റൊക്കെ പോലെ കെട്ടി. അപ്പോൾ രാവിലെ വൈകിട്ടുള്ള ആ ഒരു സൂര്യാസ്തമയമൊക്കെ കണ്ട് അതൊക്കെ എടുത്ത് അവർ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ ഞങ്ങൾ പോവുകയാണ്. ഇനിയിപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ കാണാം. അപ്പം എല്ലാവരും കാണുക, പ്രോത്സാഹിപ്പിക്കുക എല്ലാവർക്കും. ബൈ, അസ്സലാമു അലൈക്കും.